നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രയുടെ വിഭജനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിനെതിരെ ഏറ്റവും ശക്തമായി പോരാടിയ പാർട്ടിയാണ് TDP. ആന്ധ്രയിൽ മുഖ്യമന്ത്രി പദത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചന്ദ്രബാബു നായിഡു എത്തിയിരുന്നു. അന്നൊക്കെ മുഖ്യ എതിരാളിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയെ അട്ടിമറിയിലൂടെ തോൽപ്പിച്ച് അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 40കളുടെ തുടക്കമായിരുന്നു എന്ന് ഓർക്കണം. ഇപ്പോൾ 70ലേക്ക് എത്തിയിരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരം കളഞ്ഞു കുളിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതിയെ ചൂണ്ടിക്കാട്ടി നടത്തുന്ന വലിയ തരത്തിലുള്ള വോട്ടധികാർ റാലി അത് ഈ രാജ്യത്താകമാനം കോളിളക്കം സൃഷ്ടിക്കുന്നു എന്നാണ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കാനും മറക്കുന്നില്ല. തൻ്റെ ശിഷ്യൻ കൂടിയായിരുന്ന പാർട്ടിയിലെ മുൻ നേതാവായിരുന്ന രേവന്ത് റെഡ്ഡി ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയാണ് എന്നുള്ളതും അദ്ദേഹം അഭിമാന പുരസ്സരം അവിടെ വികസനം കൊണ്ടുവരുന്നു എന്നുള്ളതും വെട്ടിത്തുറന്ന് പറയാനാണ് ചന്ദ്രബാബു നായിഡു ശ്രമിക്കുന്നത്. നമുക്കറിയാം, തെലങ്കാനയാണ് BJP അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ദക്ഷിണേന്ത്യയിലെ മറ്റൊരു സംസ്ഥാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ BJPയും കോൺഗ്രസും 8 വീതം ലോക്സഭാ സീറ്റുകൾ നേടി. BJP അവിടെ 40-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷം നേടിയെടുത്തു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ തെലങ്കാനയിൽ BJP കർണാടക നഷ്ടപ്പെട്ടെങ്കിൽ തെലങ്കാനയിലൂടെ അധികാരത്തിലേക്ക് ദക്ഷിണേന്ത്യയിൽ വരാം എന്ന് വിചാരിക്കുന്നിടത്താണ് ചന്ദ്രബാബു നായിഡു അതെല്ലാം പൊളിച്ചടിക്കുന്നത്. BJPയുടെ സഖ്യകക്ഷി കൂടിയായിട്ടുള്ള TDP പറയുന്നു, രേവന്ത് റെഡ്ഡി കോൺഗ്രസിൽ ഉള്ളിടത്തോളം കാലം തെലങ്കാനയിൽ കോൺഗ്രസിന് ഇനി തിരിച്ചടി വരില്ല എന്ന്. മാത്രമല്ല, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനം തന്നെയെന്നും പ്രതീക്ഷയാണെന്നും ഉറപ്പിച്ച് പറയുന്നു. തനിക്ക് വധഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ പരോക്ഷമായി തന്നെ നായിഡു വ്യക്തമാക്കിയിരിക്കുകയാണ്. തനിക്കെതിരെ സ്വന്തം കക്ഷിയിലുള്ളവർ തന്നെ പടപ്പുറപ്പാടിന് തയ്യാറെടുക്കുകയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും മിത്രങ്ങളും ഇല്ലല്ലോ. ഇന്നലെ വരെ മിത്രങ്ങളായി കൂടെ നിന്നവർ ഇപ്പോൾ സ്വന്തം മുന്നണിക്കകത്ത് കയറി അള്ളുവെക്കുകയാണെന്നും അവരെ വളരെ വൈകാതെ പുറത്താക്കുമെന്നും BJPയുമായി പ്രത്യേകം ഒരു കരാറൊന്നുമില്ലെന്നും എപ്പോൾ വേണമെങ്കിലും സഖ്യം ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്നും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് താൻ ചെയ്യുമെന്നും നായിഡു വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഇത് അമിത്ഷായെയും കേന്ദ്ര സർക്കാരിനെയും വല്ലാതെ വിറളി പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ പല രീതിയിലുള്ള നാൾ വഴികളെക്കുറിച്ച്. അദ്ദേഹം ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന ആരോപണം അതിശക്തമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ദുരൂഹതകൾ നീങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും അധികം ശക്തമായി വാദിക്കുകയും FIR റിപ്പോർട്ട് വരെ സമർപ്പിക്കുകയും ചെയ്ത സഞ്ജീവ് ഭട്ട് ഇന്ന് ജയിലിലാണ്. ഇതിലൊന്നും ഹിന്ദുത്വ അജണ്ടയല്ലല്ലോ. ഹിന്ദുക്കളായ നാമധാരികളെ പലരെയും അവർ കൈകാര്യം ചെയ്യുകയോ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തതല്ലേ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. അപ്പോൾ അവർക്ക് മുസ്ലിം വിരോധമല്ല, അവർ അവസരവാദികളാണ്. സംഘികൾ അങ്ങനെ തന്നെയാണ്. അവർക്ക് രാജ്യത്തോട് പ്രത്യേക സ്നേഹമോ മമതയോ ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ പാഠം പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ളത് നായിഡു വ്യക്തമാക്കിയിരിക്കുന്നു.